Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്ക് റോയൽറ്റി അക്കൗണ്ട്സിൽ ഇന്ന് പ്രോബ്ലം ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മിനിമം റെന്റ് ക്ലോസ് ഇല്ലാത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. അപ്പോൾ വിത്തൗട്ട് മിനിമം റെന്റ് ക്ലോസ് നമ്മൾ ഓൾറെഡി എല്ലാ ടൈപ്പിലുള്ളതും ജേർണൽ എൻട്രീസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിന്റെ പ്രോബ്ലംസ് നോക്കാം. അപ്പം ഫസ്റ്റ് പഠിച്ച ജേർണൽ എൻട്രി ഉണ്ടല്ലോ, when there is no minimum rent clause, അത് തന്നെ പഠിക്കാം. അതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. On 1st January 2013, X Limited took on lease a coal field from Y Limited. Y Limitedന്റെ കയ്യിൽ നിന്ന് X Limited ഒരു കോൾ ഫീൽഡ് ആണ് ലീസിന് എടുക്കുന്നത്. അപ്പോൾ Y Limited ആണ് ഇവിടെ ലാൻഡ് ലോഡ് വരുന്നത് അല്ലേ. On a royalty of ₹8 per ton of coal raised. അപ്പോൾ ഒരു ടണ്ണ് കോളിന്റെ മേലെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റോയൽറ്റി എന്ന് പറഞ്ഞാൽ ₹8 ആണ്. ഒരു ടണ്ണിന് ₹8 എന്നുള്ള രീതിയിലാണ് നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പേയബിൾ ഓൺ 31st December every year. അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കും കോള്. എന്നിട്ട് അതിന്റെ മേലെ എല്ലാ ഇയറിലും എൻഡില് December 31st നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. The following are the results of working for the first 3 years. അപ്പം 3 വർഷത്തെ വർക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2013 ആണ്. 2013 പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 4000 ടൺസ് ആണ്. അപ്പോൾ റോയൽറ്റി നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ, 4000 × 8 എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ 2014 വരുന്നത് 6000 ടൺസ് ആണ്. 2015 വരുന്നത് 7000 ടൺസ് ആണ്. അപ്പം നമുക്ക് പെർ ടൺ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഗിവ് ജേർണൽ എൻട്രീസ് ആൻഡ് ledger accounts in the books of X Limited for the 3 years. ഇപ്പോൾ 3 വർഷത്തേക്ക് നമ്മൾ X Limitedന്റെ ബുക്സിലുള്ള ജേർണൽ എൻട്രീസും അതേപോലെ തന്നെ ലെജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം റെന്റ് ക്ലോസ് ഒന്നും ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഡയറക്റ്റ് എന്ത് ചെയ്യാം, യൂണിറ്റ്സ് ഇൻറ്റു പെർ യൂണിറ്റ് റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് തന്നെ നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ജേർണൽ എൻട്രി നേരെ അത് 3 വർഷത്തേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ജേർണൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് നമ്മൾ ആ 3 എൻട്രീസ് എന്തായിരുന്നു? ഒന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ റോയൽറ്റി ടു ലെസ്സർ, പിന്നെ ലെസ്സർ ടു ബാങ്ക്, പിന്നെ എന്ത് ചെയ്യാം, ആ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രൊഡക്ഷൻ അക്കൗണ്ടിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റോയൽറ്റി കാണിക്കുന്നത് ടു റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് അതിൽ കാണിക്കുന്ന എൻട്രി. ഈ 3 എൻട്രീസേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇയർ നോക്കാം. എല്ലാ ഇയറിലും 3 എൻട്രീസ് കാണിക്കണമല്ലോ. ഫസ്റ്റ് നമുക്ക് 2013 നോക്കാം. 2013 December 31st എല്ലാ വർഷവും കൊടുക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ December 31st നമ്മൾ എൻട്രി എഴുതേണ്ടത്. December 31st ഒന്നാമത്തെ എൻട്രി റോയൽറ്റി ടു ലെസ്സർ ആയിരുന്നു. അപ്പൊ ഇവിടെ റോയൽറ്റി ടു Y Limited അല്ലെ. അപ്പൊ അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. റോയൽറ്റി എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പെർ ടൺ വാല്യൂ 8 ആണെന്ന് നമുക്കറിയാം. ആ വർഷം ഉണ്ടായ പ്രൊഡക്ഷൻ 4000 ടൺസ് ആണ്. അപ്പോൾ 4000 × 8 എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 32,000 കിട്ടി. രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ലെസ്സർ ടു ബാങ്ക് ആണ്. അപ്പൊ ഇവിടെ ലെസ്സർ എന്ന് പറഞ്ഞാൽ Y Limited ആണ്. Y Limited ടു ബാങ്ക്. ഈ 32,000 തന്നെ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. റോയൽറ്റി എത്രയാണോ അത് തന്നെ കൊടുക്കുന്നത്. മിനിമം റെന്റും ഒന്നുമില്ല. അപ്പോൾ ആ എമൗണ്ട് തന്നെ നമ്മുടെ ഷോർട്ട് വർക്കിംഗ് കട്ട് ചെയ്യുക ഒന്നുമില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് തന്നെ എഴുതാം. നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ റോയൽറ്റി അക്കൗണ്ടിന്റെ എമൗണ്ട് നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെയിം എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിൽ നോക്കാം. സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ 2014 ആണ്. അപ്പൊ നമ്മൾ ഡേറ്റ് എഴുതേണ്ട 2014 December 31st. December 31st പേയ്മെന്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ വർഷവും December 31st എഴുതിയാൽ മതി. നേരത്തെ പറഞ്ഞ സെയിം എൻട്രീസ് തന്നെ റോയൽറ്റി അക്കൗണ്ട് ടു Y Limited ഒന്നാമത്തെ എൻട്രി. അപ്പൊ ഇതിലാണ് റോയൽറ്റി അക്കൗണ്ട് എമൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രി ആണ്. അപ്പൊ എത്രയായിരുന്നു? 6000 ടൺസ് ആണ്. അതുകൊണ്ട് 6000 × 8 എടുത്ത് നമുക്ക് 48,000 കിട്ടി. രണ്ടാമത്തെ എൻട്രി എന്തായിരുന്നു? പേയ്മെന്റ് കൊടുക്കുന്നത് അല്ലെ, റോയൽറ്റി എമൗണ്ട് കൊടുക്കുന്നത്. ഇപ്പൊ Y Limited ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റോയൽറ്റി പേ ചെയ്യുന്ന എൻട്രി സെയിം എമൗണ്ട് തന്നെ 48,000. നെക്സ്റ്റ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുക. പ്രൊഡക്ഷൻ അക്കൗണ്ട് അല്ലാതെ ട്രേഡിംഗ് അക്കൗണ്ട് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല, ട്രേഡിംഗ് അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ട് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര കാണിച്ചു? സെയിം എമൗണ്ട് 48,000 കാണിച്ചു. ഇനി നെക്സ്റ്റ് നമ്മളെ 2015 ആയി. 2015 സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. 2015 December 31st പ്രൊഡക്ഷൻ എത്രയായിരുന്നു? 7000 ആയിരുന്നു. പെർ യൂണിറ്റ് നമ്മുടെ 8 തന്നെ. അപ്പൊ ഒന്നാമത്തെ എൻട്രി എന്തായിരുന്നു? റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രി ആണ്. അപ്പൊ എത്ര റോയൽറ്റി ഡ്യൂ ആവും? 7000 × 8.
56,000 ആണ് നമ്മൾ റോയൽറ്റി ഡ്യൂ ആവുന്നത്. അപ്പോൾ ഒന്നാമത്തെ എൻട്രി റോയൽറ്റി അക്കൗണ്ട് ടു വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 56,000 കാണിച്ചു. നമ്മൾ വൈ ലിമിറ്റഡിന് പേയ്മെന്റ് കൊടുക്കുന്ന എൻട്രി ആണ്, റോയൽറ്റി പേയ്മെന്റ് കൊടുക്കുവാണ്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 56,000 തന്നെ കാണിച്ചു. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ അക്കൗണ്ട് റോയൽറ്റി അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് റോയൽറ്റി അക്കൗണ്ട് അല്ലെ. ഈ റോയൽറ്റി അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്കാണ് ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാണിച്ചത്. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് റോയൽറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 56,000 സെയിം എമൗണ്ട് തന്നെ കാണിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം റെന്റ് ക്ലോസ് തന്നിട്ടില്ലെങ്കിൽ വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ. ആദ്യം എന്ത് ചെയ്യുക, റോയൽറ്റി ഡ്യൂ ആണെന്ന് എൻട്രി ചെയ്താൽ എന്നിട്ട് റോയൽറ്റി പേയ്മെന്റ് കാണിക്കാം. ആ സെയിം എമൗണ്ട് തന്നെ നമ്മൾ റോയൽറ്റി അക്കൗണ്ടിലേക്ക് കാണിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ഈ 3 എൻട്രീസ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് എത്ര വർഷത്തെ ഡാറ്റ തന്നു കഴിഞ്ഞാലും എൻട്രീസ് ഈ 3 തന്നെ വരുള്ളൂ. എമൗണ്ട് മാത്രം വ്യത്യാസം വരും. എമൗണ്ട് നമ്മൾ എത്രയാണോ പ്രൊഡക്ഷൻ വരുന്നത് ആ പ്രൊഡക്ഷൻ ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന പെർ യൂണിറ്റ് റോയൽറ്റി എമൗണ്ട്. അപ്പോൾ എല്ലാ വർഷവും റോയൽറ്റി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെ. പ്രൊഡക്ഷൻ അനുസരിച്ച് റോയൽറ്റി എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ എമൗണ്ട് കോളം വ്യത്യാസപ്പെടും. പക്ഷേ നമ്മുടെ എൻട്രീസ് ഈ 3 എൻട്രി നമ്മൾ എത്ര ഇയേഴ്സ് തന്നു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഇനി നമുക്ക് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ അക്കൗണ്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, റോയൽറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിനകത്ത് റോയൽറ്റി കാണിക്കുന്നത്. പ്രൊഡക്ഷൻ അക്കൗണ്ട് നമുക്ക് കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ആ റോയൽറ്റിയുടെ കാര്യം മാത്രം നമുക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് റോയൽറ്റി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ജേർണൽ എൻട്രി നോക്കിയാൽ മതി. ജേർണൽ എൻട്രി നോക്കി നമുക്ക് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇയർ നോക്കാം, 2013 റോയൽറ്റി ഉള്ള എൻട്രീസ് ഒക്കെ നോക്കാം. ഒന്നാമത്തെ എൻട്രി റോയൽറ്റി ടു വൈ ലിമിറ്റഡ്. അപ്പോൾ എന്ത് ചെയ്യാം, ടു വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യം അവിടെ പോസ്റ്റ് ചെയ്യണം, 32,000. ഇനി 2013 വരുന്ന മൂന്നാമത്തെ എൻട്രിയിൽ റോയൽറ്റി ഉണ്ട് അല്ലെ, പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ 32,000 തന്നെ അവിടെ കാണിക്കാം. അപ്പോൾ ആ ഇയർ കഴിഞ്ഞല്ലോ, 2013 കംപ്ലീറ്റ് ആയി, ബാലൻസ് ഒന്നുമില്ല, രണ്ട് സൈഡും ഈക്വൽ ആണ്. ഇനി 2014 കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യണം ഓരോ വർഷവും. നെക്സ്റ്റ് 2014 ആണ്. 2014 നമ്മൾ ഫസ്റ്റ് എൻട്രി റോയൽറ്റി അക്കൗണ്ട് ടു വൈ ലിമിറ്റഡ് 48,000. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ടു വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 48,000 കാണിക്കണം. നമ്മൾ രണ്ടാമത്തെ എൻട്രിയിൽ റോയൽറ്റി ഇല്ല, മൂന്നാമത്തെ എൻട്രിയിൽ റോയൽറ്റി ഉണ്ട്, പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ട്. അപ്പം ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സെയിം എമൗണ്ട് 48,000 കാണിക്കാം. അപ്പോൾ സെക്കൻഡ് ഇയറും കംപ്ലീറ്റ് ആയി, സെക്കൻഡ് ഇയർ ബാലൻസ് ഒന്നുമില്ല, അതേപോലെ തന്നെ എഴുതിയാൽ മതി, ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മതി. തേർഡ് ഇയർ 2015 നോക്കാം. 2015 ഇതുപോലെ തന്നെ ഫസ്റ്റ് എൻട്രിയിൽ റോയൽറ്റി ഉണ്ട്, റോയൽറ്റി ടു വൈ ലിമിറ്റഡ്. അപ്പോൾ ടു വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കാം, എമൗണ്ട് 56,000. ഇനി രണ്ടാമത്തെ എൻട്രിയിൽ റോയൽറ്റി ഇല്ല, മൂന്നാമത്തെ എൻട്രി നോക്കാം, പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ട്. ഇപ്പം എന്ത് ചെയ്യാം, ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 56,000 കാണിക്കാം. അവിടെ നമുക്ക് ബാലൻസ് ഒന്നുമില്ല, വേറെ എൻട്രീസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ മാത്രമേ വരുള്ളൂ. നമ്മളെ റോയൽറ്റി അക്കൗണ്ടിനകത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ ടു ലെസ്സർ, ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട്. റോയൽറ്റി ആദ്യം നമ്മൾ ഡ്യൂ ആകുന്നതും പിന്നെ അത് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും. അപ്പം നമ്മൾ മിനിമം റെന്റ് അക്കൗണ്ട് ഇല്ലാതെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ വർഷവും ഇത്ര മാത്രമേ എൻട്രീസ് വരുള്ളൂ. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഈക്വൽ ആയിട്ട് തന്നെ വരും, വേറെ ട്രാൻസാക്ഷൻസ് ഒന്നും വരില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള റോയൽറ്റി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മൾ ജേർണൽ എൻട്രി നോക്കാം. അവിടെ വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ വരുന്നുണ്ടല്ലേ. അപ്പോൾ വൈ ലിമിറ്റഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ വൈ ലിമിറ്റഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ജേർണൽ എൻട്രി നോക്കാം. ആദ്യം 2013 ജേർണൽ എൻട്രി നോക്കാം. 2013 എവിടെയാണ് വൈ ലിമിറ്റഡ് വരുന്നത്, ഒന്നാമത്തെ എൻട്രിയിൽ വരുന്നുണ്ടല്ലോ, റോയൽറ്റി അക്കൗണ്ട് ടു വൈ ലിമിറ്റഡ്. അപ്പോൾ എന്ത് ചെയ്യണം, ബൈ റോയൽറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 32,000 നമ്മൾ പോസ്റ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ എൻട്രിയിൽ വൈ ലിമിറ്റഡ് ഉണ്ട്. അപ്പോൾ വൈ ലിമിറ്റഡ് ടു ബാങ്ക് ആണ്. അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 32,000 നമ്മൾ പോസ്റ്റ് ചെയ്യണം. പിന്നെ 3 എൻട്രിയല്ലേ ഉള്ളൂ, 2 എൻട്രിയിൽ മാത്രമേ വൈ ലിമിറ്റഡ് ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു, ആ വർഷത്തെ കഴിഞ്ഞു. അപ്പോൾ ആ വർഷത്തെ രണ്ട് സൈഡ് ഈക്വൽ ആയി, ബാലൻസ് ഒന്നും വരുന്നില്ല, രണ്ട് സൈഡും ക്ലോസ് ചെയ്യാം. 2014 നോക്കാം. ഇതുപോലെ തന്നെ 2014 എന്താ വരുന്നത്, ഒന്നാമത്തെ എൻട്രി റോയൽറ്റി ടു വൈ ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ ഇവിടെ പോസ്റ്റ് ചെയ്യണം, ബൈ റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് 48,000 എമൗണ്ട് പോസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ എൻട്രി വൈ ലിമിറ്റഡ് ടു ബാങ്ക്. അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്തു, 48,000 എമൗണ്ട് പോസ്റ്റ് ചെയ്തു. പിന്നെ എൻട്രീസ് ഒന്നും വരുന്നില്ല, രണ്ടാമത്തെ ഇയറും നമ്മൾ ക്ലോസ് ആയി. എൻ്റെ മൂന്നാമത്തെ ഇയർ നോക്കാം. മൂന്നാമത്തെ ഇയറിൽ എന്താ വരുന്നത്, ഒന്നാമത്തെ എൻട്രി റോയൽറ്റി ടു വൈ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ ബൈ റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് 56,000. പിന്നെ നമ്മളെ രണ്ടാമത്തെ എൻട്രി വൈ ലിമിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 56,000, രണ്ട് സൈഡ് ഈക്വൽ ആണ്, അക്കൗണ്ട് ക്ലോസ് ആയി. അപ്പോൾ വൈ ലിമിറ്റഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എന്താ വരുന്നത്, വൈ ലിമിറ്റഡിനുള്ള പേയ്മെന്റ് കൊടുക്കുന്നത് ഒന്നാമത്തെ വൈ ലിമിറ്റഡിന് ഡ്യൂ ആവുന്ന എൻട്രി, അതാണ് ബൈ റോയൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്ത്. പിന്നെ വൈ ലിമിറ്റഡിന്റെ പേയ്മെന്റ് കൊടുക്കുന്ന എൻട്രി, അതാണ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്
ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ഡ്യൂ ആവുന്ന സെയിം എമൗണ്ട് തന്നെ വൈ ലിമിറ്റഡിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ഒരു ഇയറിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാൻസാക്ഷൻ മാത്രമേ വരുള്ളൂ. ഡെബിറ്റും ക്രെഡിറ്റിലും, ഡെബിറ്റിൽ ടു ബാങ്ക്, ക്രെഡിറ്റിൽ ബൈ റോയൽറ്റി എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഉള്ളത് ജേണൽ എൻട്രി നോക്കാം. പ്രൊഡക്ഷൻ അക്കൗണ്ട് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിനകത്ത് ഇത് പോസ്റ്റ് ചെയ്യുന്ന മാത്രം കാണിക്കാം. പ്രൊഡക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അതിൽ വേറെയും ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്നും നമുക്കറിയില്ല. നമുക്ക് ഈ ഒരു എൻട്രി പാസ് ചെയ്യുന്നത് മാത്രമേ, ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് മാത്രം കാണിച്ചാൽ മതി. അക്കൗണ്ട് ആയിട്ട് വരക്കണ്ട. അതിനകത്ത് ഈ എൻട്രി മാത്രം എങ്ങനെ പോസ്റ്റ് ചെയ്യും എന്ന് മാത്രം കാണിക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് ഫസ്റ്റ് ഇയർ നോക്കാം. ഫസ്റ്റ് ഇയറിൽ പ്രൊഡക്ഷൻ അക്കൗണ്ട് എവിടെയുള്ള മൂന്നാമത്തെ എൻട്രി ആണ് പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടു റോയൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യാം. 32,000 ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് രണ്ടാമത്തെ ഇയറിലാണ്. രണ്ടാമത്തെ ഇയറിലും ഈ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ, പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി. അപ്പോൾ ടു റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 48,000 പോസ്റ്റ് ചെയ്തു. നമ്മൾക്ക് തേർഡ് ഇയർ നോക്കാം. തേർഡ് ഇയറിൽ മൂന്നാമത്തെ എൻട്രിയിൽ മാത്രമേ വരുന്നുള്ളൂ പ്രൊഡക്ഷൻ അക്കൗണ്ട് റോയൽറ്റി. ഇപ്പോൾ ടു റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് 56,000 കാണിച്ചു. അപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ട ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് നമ്മൾ റോയൽറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലോ ഡെബിറ്റ് സൈഡിൽ. പക്ഷെ എന്ന് വെച്ച് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ആ ഒരു എൻട്രി മാത്രം വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ബാക്കിയും കുറേ ട്രാൻസാക്ഷൻസ് ഒക്കെ എഴുതാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യോ ബാലൻസ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട. ഇതിൽ ജസ്റ്റ് ഈ ട്രാൻസാക്ഷൻ എവിടെ പോസ്റ്റ് ചെയ്യും അത് മാത്രം കാണിച്ചാൽ മതി. ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. എക്സ്പെൻസ് ആണ് അല്ലേ. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ആ എക്സ്പെൻസ് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ട്രാൻസാക്ഷൻ മാത്രം കാണിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കാണിക്കാത്തത്. പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിനകത്ത് ഇത് എവിടെ വരുന്നു എന്ന് മാത്രം നമ്മൾ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ പ്രോബ്ലം നമ്മൾ അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം റെന്റ് ക്ലോസിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നതെന്ന്. അപ്പോൾ ആ ജേണൽ എൻട്രീസ് നമ്മളൊരു പ്രോബ്ലത്തിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഒരു ബേസ് ആയിട്ട് നമുക്ക് റോയൽറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിനിമം റെന്റ് ഇല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ റോയൽറ്റി എങ്ങനെയാണ് പേ ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ അപ്പുറത്ത് വരുന്ന നമ്മൾ മിനിമം റെന്റ് ക്ലോസ് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതേപോലെ റീകൂപ്മെന്റ് ക്വസ്റ്റ്യൻസും ആണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നത്. എന്നാലും ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കാന്ന് വെച്ചാൽ ഈസി ആണല്ലേ. ആകെ 3 എൻട്രി മാത്രമേ ഉള്ളൂ. അത് റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം. ജേണൽ എൻട്രീസ് എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലെജർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ജേണൽ നോക്കി പോസ്റ്റ് ചെയ്യുന്ന പോലെ ലെജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.